ഹലോ, നമുക്ക് ത്രോട്ട് ചക്രയെ പറ്റി മനസ്സിലാക്കാം. നമ്മുടെ തൊണ്ടഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഊർജ കേന്ദ്രമാണ് ത്രോട്ട് ചക്ര. ഇതിനെ സൂചിപ്പിക്കുന്ന കളർ ബ്ലൂ ആണ്. ത്രോട്ട് ചക്ര ബ്ലോക്കഡ് ആണെങ്കിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊണ്ടവേദന, കഴുത്ത് വേദന, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, താടിയലിലുണ്ടാകുന്ന വേദന, നമ്മുടെ ഇമോഷൻസ് വാക്കുകളിലൂടെ സംസാരത്തിലൂടെ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ. അതായത് ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നമുക്കൊരാളെ ആശ്വസിപ്പിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിരിക്കട്ടെ. അപ്പം ത്രോട്ട് ചക്ര ബ്ലോക്കഡ് ആയ ഒരാൾക്ക് ആ ടൈമിൽ വാക്കുകളിലൂടെ ഒന്നും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ പാട്ട് പാടാൻ കഴിയുന്നവർക്ക് പാട്ട് പാടാൻ കഴിയാത്ത ഒരവസ്ഥ. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കാത്ത ഒരവസ്ഥ. ഡി എഫിനോട് സെപ്പറേറ്റായി പോകുന്ന ടൈമിൽ അവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്കഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പിന്നീട് അവർ സൈലൻ്റായി പോകുന്നതും. പിന്നെ ഡി എഫ് ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് വഴിയാണ് ഡി എമ്മിൻ്റെ ത്രോട്ട് ചക്ര ഓപ്പൺ ആൻഡ് സ്ട്രോങ് ആകുന്നത്. ആഫ്റ്റർ ദെൻ അവർക്ക് ഡി എഫിനോടുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്നു. ഓക്കെ, ഇനി ത്രോട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മെഡിറ്റേഷൻ പോസിൽ നിവർന്നിരിക്കുക. നിങ്ങളുടെ രണ്ട് കൈയിലെയും വിരലുകൾ അകത്തേക്ക് ക്രോസ് ചെയ്ത് വെച്ചിട്ട് തള്ളവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മേൽവയറിന് മുകളിലായി ചേർത്ത് വെക്കുക. ദെൻ ക്ലോസ് യുവർ ഐസ്. ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് 3 or 4 times. ദെൻ മൈൻഡ് എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ത്രോട്ട് ചക്ര ഇരിക്കുന്ന തൊണ്ടയുടെ സ്ഥാനത്തേക്ക്. ദെൻ ഇമാജിൻ നിങ്ങളുടെ ചക്ര കറങ്ങാൻ തുടങ്ങുകയാണ്. ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് മിന്നി മിന്നി വെട്ടിത്തിളങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രകാശം ബോഡി മുഴുവൻ വ്യാപിക്കുന്നു. കൂടെ മന്ത്രവും ജപിക്കുക. ഹം എന്ന ബീജമന്ത്രമാണ് ജപിക്കേണ്ടത്. ഹം. മെഡിറ്റേഷൻ ടൈം നിങ്ങളുടെ ചോയ്സാണ്. ഇനി ത്രോട്ട് ചക്രയുടെ ബ്ലോക്കേജ് മാറ്റാൻ പുറമെ എന്തെല്ലാം ചെയ്യാം? നിങ്ങൾക്ക് ലയൺസ് ബ്രീത്ത് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഇതൊരു ബ്രീത്തിങ് എക്സർസൈസ് ആണ്. നിങ്ങളുടെ തൊണ്ടഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്രീത്തിങ് എക്സർസൈസ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വളരെ ശക്തമായിട്ട് ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക. ശ്വാസം വായിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നാവ് ഉയർന്നു വരണം, കണ്ണുകൾ മുറുകെ അടയണം, സിംഹത്തെ പോലെ ഒരു റോറിങ് സൗണ്ടും ആകാം. ഓക്കെ, ഇതൊക്കെ ഈ ലൈൻസ് ബ്രീത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഹമ്മിങ് ഒക്കെ ഉറക്കെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ത്രോട്ടൊക്കെ ഓപ്പൺ ആവുന്ന തരത്തിലൊക്കെ. ഹമ്മിങ് മീൻസ് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇത് പാട്ട് പാടാൻ കഴിവുള്ളവർക്കും കഴിവില്ലാത്തവർക്കും ഒക്കെ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വൗവൽസ് ഇല്ലേ, AEIOU, ഇതൊക്കെ നിങ്ങൾക്ക് ഉച്ചത്തിൽ പറയാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ ഫിഷ് പോസ്, ക്യാമൽ പോസ് പോലുള്ള യോഗ പോസസ് ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ താടിയെല്ല് മുകളിലേക്കും താഴേക്കും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത്, അതുപോലെ 2 തോളിൻ്റെയും സൈഡിലേക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള എക്സർസൈസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ത്രോട്ട് ചക്ര അൺബ്ലോക്ക് ആയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങൾ നല്ല കേൾവിക്കാരാകുന്നു. നന്നായിട്ട് ബുദ്ധിമുട്ടില്ലാതെ പാട്ട് പാടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.